തനിയെ ഏങ്ങുന്നിതാ. അയ്യോ, ഏതിനകത്ത് ഇപ്പൊ വിഷം കലക്കിയത്? ഇതിലല്ല, ഇതും അല്ല. ഇതായിരിക്കും. എനിക്ക് വയ്യ, നാശം. അങ്ങനെ ഒരു സംശയം മനസ്സിൽ കയറിയ പിന്നെ ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല സാറേ. അതൊരു സംശയം മാത്രമായിക്കൂടെ? സുഖമില്ലാതെ കിടപ്പിലായിരുന്ന മുത്തശ്ശി പെട്ടെന്ന് അസുഖം കൂടിയിട്ട് മരിക്കുന്നു. അങ്ങനെയല്ലെന്ന് സ്ഥാപിക്കാൻ ഭാസ്കരേട്ടന്റെ കയ്യിൽ തെളിവില്ല, സാക്ഷികളുമില്ല. തെളിവും സാക്ഷിയൊക്കെ എന്റെ മനസാക്ഷിയാ. നന്ദനമോളെ, തുറന്നു പറയാം, തമ്പുരാട്ടിയമ്മയുടെ മരണത്തിന് പിന്നിൽ മറ്റാരുമല്ല, പ്രതിഭയും രഘുനാഥനുമാ. ഭാസ്കരമാവ? അതേ മോളെ, അവരുടെ കൈകൊണ്ടാണ് സംഭവിച്ചത്. രഘുനാഥൻ വാങ്ങിക്കൊണ്ടുവന്ന് ഏതോ വിഷമരുന്ന് പ്രതിഭ കൊടുത്തു. അതാണ് സംഭവിച്ചത്. കഷ്ടകാലത്തിന് അന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഉദയന്നൂരിലേക്ക് പോയില്ല. തമ്പുരാട്ടിയമ്മയുടെ അസുഖം കൂടിയെന്നറിഞ്ഞ് ചെല്ലുമ്പോഴേക്കും എല്ലാം അവസാനിക്കാറായി. എന്നാലും കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തില് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു മോളെ. അന്നെനിക്ക് പന്തികേടായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എപ്പോഴോ മനസ്സിൽ സംശയം കയറിക്കൂടി. ഭാസ്കരമാവൻ പറഞ്ഞത് കേട്ടിട്ട് എന്തു തോന്നുന്നു? എനിക്കിതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശി മരിച്ചിട്ട് 2 വർഷമാവാൻ പോകുന്നു. എത്ര കൊല്ലം കഴിഞ്ഞാലും ഇത് ചെയ്തവൻ രക്ഷപ്പെടാൻ പാടില്ല സാറേ. എന്റെ സുഹൃത്ത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, അയാളായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. നന്ദനേ, പായസം എടുക്കാൻ പറ്റില്ല, അതിലൊരു പൂച്ച വീണു. പൂച്ച വീണോ? അല്ല, പല്ലി, മുട്ടിനൊരു പല്ലി. മുഴുവൻ പായസം എടുത്ത് കളഞ്ഞു. പോട്ടെ അല്ലേ? സർക്കിളിനോട് ആലോചിച്ചിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാ ചെയ്യണേ ഉദയൻ സാറേ. അതിനു മുൻപ് എനിക്ക് പ്രതിഭമായി ഒന്നുകൂടെ കാണണം. നമുക്ക് ഉദയന്നൂർ വരെ ഒന്ന് പോണം. തന്റെ പ്രോപ്പർട്ടിയുടെ ഒരു പങ്ക് രഘുനാഥന് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തായി? ആ ആലോചന അവിടെ നിർത്തി. മുത്തശ്ശിയുടെ പേരില് ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാം. അങ്ങോട്ട് കൊടുക്ക്. ചായ. തുമ്പി നല്ല ഉറക്കമാണല്ലോ. കാറിൽ വെച്ചേ ഉറങ്ങി. ഇത്രയും യാത്രയൊക്കെ ചെയ്തു വന്നതല്ലേ, ഉറങ്ങിക്കോട്ടെ. പാലെടുത്ത് വെച്ചിട്ടുണ്ട്, ഉണരുമ്പോ ചൂടാക്കി കൊടുക്കാം. പശുവിനെ കറക്കാറുണ്ടോ? പശുവേ ഇല്ല നന്ദനെ, ആര് നോക്കാനാ?
ഭാസ്കരമാവൻ വരാറില്ലേ? എവിടെ? ഇപ്പോ 2 ആഴ്ചയോളം ആയും തോന്നുന്നു കണ്ടിട്ട്, അല്ലേ രഘുവേട്ടാ? അതെ അതെ, വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഭാസ്കരേട്ടന് അന്നത്തെ മാനസിക പ്രശ്നം കൂടെ മാറിയിട്ടില്ല. ആള് തീരെ നോർമൽ അല്ല ഉദയ. തന്നെത്താൻ വർത്തമാനം പറഞ്ഞോണ്ടൊക്കെ നടക്കുന്നു. പുറത്തെങ്ങും പോവാറില്ലേ? ഹേയ്, മക്കള് വിടില്ല. ഈ തലയ്ക്ക് സുഖമില്ലാത്ത ആളിനെ അങ്ങനെയൊക്കെ ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങൾ ചായ കുടിക്കേ. മുത്തശ്ശി മരിച്ചിട്ട് 2 വർഷമാവാൻ പോകുന്നു. അടുത്ത 14-ാം തീയതി ചരമവാർഷികം. അമ്മാവനത് വിട്ടുപോയോ? വിട്ടുപോവാനോ? ഞാനേ കാലണ്ടറിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കർക്കിടവാവിന് രഘുവേട്ടൻ തിരുനെല്ലത്ത് പോയി ബലിയിട്ടു. നന്ദനെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? അമ്മയ്ക്ക് ബലിയിടേണ്ടത് എന്റെ കടമയല്ലേ? അത് നന്ദനെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും ജീവിച്ചിരുന്നപ്പോ അമ്മയെ നമ്മൾ നല്ലതുപോലെ നോക്കി. ഓ, ആ കാര്യത്തിലൊരു സമാധാനമുണ്ട്. ശ്രാദ്ധ ദിവസം, അതായത് 14-ാം തീയതി 2 അനാഥ മന്ദിരങ്ങളിൽ സദ്യയ്ക്കുള്ള ഏർപ്പാട് ചെയ്തു. ഒന്ന് ഇവിടെയും ഒന്ന് തൃശ്ശൂരും. അവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും പുതുവസ്ത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും. ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. ചെലവാകുന്ന പണത്തിന് നമ്മുടെ ഷെയർ കൊടുക്കണേ രഘുവേട്ടാ. അതിപ്പോ വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം. കയ്യിലുണ്ട് നന്ദനെ. ആയിക്കോട്ടെ, അത് പിന്നെ മതി. എനിക്കൊരു കാര്യം അറിയണമെന്നുണ്ട്. അമ്മാവൻ പറയണം. വ്യക്തമായൊരു മറുപടി വേണം. മുത്തശ്ശി എങ്ങനെയാ മരിച്ചത്? അതൊരു സാധാരണ മരണമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബദ്ധത്തിൽ ഏതെങ്കിലും മരുന്ന് മാറിക്കൊടുത്തതാണോ? അതോ? എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അന്നേ പറഞ്ഞതല്ലേ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാണെന്ന്. ഞാൻ ചായയും കൊണ്ട് ചെന്നതാ. കിടപ്പ് കണ്ടപ്പോഴേ അപാകത തോന്നി. അപ്പോഴേ ഡോക്ടറെ തന്നെ വിളിച്ചു. ആ, നന്ദനെയും വിദ്യാർത്ഥിയും വിവരം അറിയിച്ചു. നിങ്ങൾ വന്നതിന് ശേഷമാണല്ലോ അമ്മയുടെ ജീവൻ പോയത്. ഒരിക്കൽ നന്ദന ഇക്കാര്യം ചോദിച്ചതാണ്. അന്നും ഇത് തന്നെയാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ വീണ്ടും എന്ത് പറ്റി? നന്ദന വീണ്ടും മുത്തശ്ശി സ്വപ്നം കണ്ടു. സ്വപ്നത്തിലാണെങ്കിലും മുത്തശ്ശിയുടെ വാക്കുകൾ ഇയാൾക്കെന്ന് ദുരൂഹത തോന്നുന്നു. താൻ മരിച്ചതല്ല എന്നാണ് മുത്തശ്ശി ആവർത്തിച്ച് പറയുന്നത്. അത് സ്വപ്നല്ലേ ഉദയ? അതെ, പക്ഷേ സ്വപ്നത്തിൽ നന്ദന കാണുന്നത് യഥാർത്ഥ മുത്തശ്ശിയാണ്, മറ്റാരെയല്ല. ഉദയന്നൂരിൽ ഇതേ വീടാണ്, ഇതേ അന്തരീക്ഷമാണ്. അതെല്ലാം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ ആ വാക്കുകളിലും സത്യം ഉണ്ടാവില്ലേ? അതാണ് സംശയം. എനിക്കറിയാം നന്ദനയ്ക്ക് എന്നെയാ സംശയം. മുമ്പ് ഇത് തന്നെ പറഞ്ഞതാ. അമ്മയെ പൊന്നുപോലെ നോക്കിയതിന് എനിക്കിത് തന്നെ കിട്ടണം. എന്നെ അറസ്റ്റ് ചെയ്യിക്കാൻ പറയൂ രഘുവേട്ടാ. വിലങ്ങ് വെച്ച് ജീപ്പ് കയറ്റിക്കൊണ്ട് പോകട്ടെ. എനിക്ക് മതിയായി. വല്യേട്ടനും ഭാര്യയും വിദ്യേട്ടത്തെയും വിരുന്നുകാരെ പോലെ വല്ലപ്പോഴും അല്ലേ അമ്മയെ കാണാനേ വരാറുണ്ടായിരുന്നുള്ളൂ. 24 മണിക്കൂറും അമ്മയുടെ അടുത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൈ കൊണ്ടാ മാലിന്യങ്ങൾ കോരിയത്. എന്നിട്ടിപ്പോ ഞാൻ അമ്മയെ കൊന്നുപോലും. ഞാൻ അങ്ങനെ പറഞ്ഞില്ല അമ്മായി.
സ്വപ്നത്തിന്റെ അർത്ഥം അതല്ലേ? നോക്കി നിൽക്കാതെ പോലീസിനെ വിളിക്കും രഘുവേട്ടാ. ദൈവമേ, പ്രതിഭേ. ഒരു മരുമോക്ക് ഈ ഗതി വരുത്തല്ലേ. നീ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് വെറുതെ ശ്വാസം മുട്ടലൊന്നും വരുത്തി വെക്കില്ലേ? എനിക്ക് വയ്യ. നിന്നോടല്ലേ പറഞ്ഞ അതിക്ക് വാ. എന്നെ കൊലപാതകയാക്കിയില്ലേ എന്റെ നിന്നോടല്ലേ ഈശ്വരാ. പറഞ്ഞേ? നീ വാ, അതിക്ക് വാ. നമുക്ക് നാട് വിട്ടാലോ? എങ്ങോട്ട് പോവാന്? നീ വെറുതെ അബദ്ധമൊന്നും പറയാതെ. അവൾക്ക് മുത്തശ്ശിയെ തന്നെ സ്വപ്നം കാണണം. മുമ്പൊരിക്കേ ഇതും പറഞ്ഞുകൊണ്ട് വന്നതാ, പിന്നെയും തുടങ്ങി. എല്ലാറ്റിനും കാരണം ആ ഭാസ്കരേട്ടനാ. നമുക്ക് അയാളെ കള്ളക്കേസ് ഉണ്ടാക്കി അകത്താക്കിയാലോ? ഹ, അതും പ്രശ്നമാ. അങ്ങനെ അകത്താകുന്നവരാണ് പുറത്തുള്ളവരെ കൂടി അകത്താക്കുന്നത്. നന്ദനയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് മാറണമെങ്കിൽ ആ കൊച്ചിനെന്തെങ്കിലും പറ്റണം, തുമ്പിക്ക്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കണം. അടുത്ത പ്രശ്നം വരുത്തി വെക്കാൻ നോക്കുവാണോ നീ? ദേ, ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ഓർക്കണായിരുന്നു. ആരോർക്കണായിരുന്നു? ദേ, രഘുവേട്ടൻ കൈ കഴുകി മാറാൻ നോക്കല്ലേ. നിന്റെ ഈ അതിബുദ്ധിയായ എല്ലാ കുഴപ്പത്തിനും കാരണം എന്റെ അതിബുദ്ധി. ആ അതെ. ചുരുക്കത്തില് പ്രതിഭ ഇപ്പൊ ഒറ്റപ്പെട്ടു. രക്ഷപ്പെട്ടോ? എല്ലാരും രക്ഷപ്പെട്ടോ? ഞാൻ ജയിലിൽ പൊക്കോളാം. എനിക്കിത് തന്നെ വേണം. പ്രതിഭ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പൊ സുമിത്രയ്ക്കും അതുണ്ട്. എന്നാല് ഉള്ളതിന്റെ യാതൊരു ലക്ഷണവും ഇതുവരെ കാണിച്ചിട്ടില്ല. ആ, ഇല്ലായിരിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. എന്നാ ഉണ്ടെന്നാ? എന്നാ ഉണ്ടെന്നാ? വകതിരിവ്. വകതിരിവ് ഉണ്ടായത് കൊണ്ടാണ് കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ദണ്ണം വന്നപ്പോ സുമിത്ര പോകാനും കാണാനും തയ്യാറായത്. ആങ്ങളയുടെ ഭാര്യയ്ക്ക് ദീനം വന്ന അന്വേഷിക്കേണ്ടത് മര്യാദയാണ്. തീർച്ചയായും ഞാൻ എഗ്രി ചെയ്യുന്നു. ചന്ദ്രയ്ക്ക് ആങ്ങളയുണ്ടോ? ഉണ്ട്. പുള്ളിക്കാരന് ഭാര്യയുണ്ടോ? ഉണ്ട്. ആ നാത്തൂനെയാണോ ഈ നിൽക്കുന്ന മകളെയാണോ ചന്ദ്രയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സംശയം എന്താ? ഇവളെ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റാരും. നോട്ട് ദ പോയിന്റ്. അതാണ് മാതൃത്വം, അതാണ് സ്ത്രീത്വം. ഇനി സുമിത്രയുടെ
കാര്യം നോക്ക്. സ്വന്തം മകളാ അനില. കൊച്ചിന് 4 മാസം ഗർഭമുള്ളപ്പോഴാ അനില ഇവിടുന്ന് കയറും പൊട്ടിച്ച് എന്റെ വീട്ടിലോട്ട് വന്നത്. എന്തിനാ പനക്കിലെന്ന് പിണങ്ങി വന്നതെന്ന് അവിടെ ഭർത്താവായ രാജേഷ് ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടില്ല, എന്റെ ഭാര്യ സുലോചനയും ചോദിച്ചിട്ടില്ല. എന്റെ മോളെ മൃഷ്ടാന്ന ഭോജനമായിരുന്നു വീട്ടില്. വയറ്റുകണ്ണിയല്ലേ, കൊതിയുള്ളത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ബേക്കറിയിൽ നിന്ന് ഇഷ്ടപലഹാരമായ അൽബൂരി മേടിച്ചെന്റെ ഊപ്പാട് വന്നു. എന്നാ അനില കൈനഗിരി വന്നോന്ന് സുമിത്രയൊന്ന് വിളിച്ചന്വേഷിച്ചില്ല. 4 മാസം ഗർഭം പൂർണ്ണ ഗർഭമായി. സുമിത്ര അന്വേഷിച്ചില്ല. നിറ വയറായി. സുമിത്ര അന്വേഷിച്ചില്ല. അനില പ്രസവിച്ചു. ഒന്ന് വിളിച്ചു ചോദിച്ചില്ല സുമിത്ര. ആ സുമിത്രയാ ഇപ്പോ സുഖമില്ലാത്ത നാത്തൂന്റെ വീട്ടിലോട്ട് രാപ്പകൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുന്നത്. വൈകിയാണെങ്കിലും വകതിരിവുണ്ടായല്ലോ, അത് മതി. ആ സ്നേഹം ലൈലമോളോടും ഉണ്ടായാ മതിയായിരുന്നു. സുമിത്രേച്ചിക്ക് ഇവളെ വലിയ കാര്യമാണ്. കാര്യമാകാതിരിക്കേണ്ട കാര്യമില്ല. ലൈല സുന്ദരിയ, ചന്ദ്രികയും സുന്ദരിയ, സോമൻ പിള്ളയെ സുന്ദരിയ. അല്ല, സുന്ദരന. കാണാനുള്ള സൗന്ദര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, കാശിന്റെ സൗന്ദര്യം. ചിട്ടിനടത്തിപ്പിലൂടെ ചന്ദ്രികയുടെ കയ്യില് നല്ല പണമുണ്ടെന്ന് സുമിത്രയ്ക്ക് അറിയാം. ഓട്ടോ ഓടിച്ച് സോമൻ പിള്ളയും കാശുണ്ടാക്കുന്നുണ്ടെന്ന് സുമിത്രയ്ക്ക് അറിയാം. അതെല്ലാം ചെന്നു ചേരുന്ന എവിടാ? ലൈലയിലല്ലയോ? അപ്പൊ സുമിത്ര ഈ മോളെ സ്നേഹിക്കും. ചന്ദ്ര ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. ലൈലയ്ക്കും നോക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, മണി ഓറിയന്റഡ് ആണ് സുമിത്ര. എന്താ? മണി ഓറിയന്റഡ്. നന്ദനയുടെ കാര്യം തന്നെ ഉദാഹരണം. ദാണ്ടേ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ അടുക്കളപ്പണി ചെയ്തിരുന്ന സമയത്ത് ആ കൊച്ചിനെ സുമിത്രയ്ക്ക് കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നു. ഇവിടുന്ന് ഉദയന്നൂർ ചെന്നതോടെ ആ കൊച്ച് രക്ഷപ്പെട്ടു. അവിടുന്ന് ഉദയവർമ്മ തമ്പുരാൻ കെട്ടിയതോടെ ആ കൊച്ചിന്റെ ശുക്രദശയായിരുന്നു. ഇപ്പോഴോ നന്ദന എന്തു പറഞ്ഞാലും സുമിത്രയുടെ വായി ഹണി ഊറും. എന്തോന്നാ ഹണി ഹണി? മാമൻ പറയുന്നത് പോലെയല്ല, ഇവിടുത്തെ അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. മനസ്സിൽ സ്നേഹമുണ്ട്, അതിപ്പോഴും പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല. അയ്യോ എന്റെ പൊന്നു മോളെ, ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹമേ നിരോധിച്ച നോട്ട് പോലാ. ക്യാ ഗുണം? നെഹി നെഹി. ദാണ്ടേ യേശുദാസിന്റെ പാട്ടിന് ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ യേശുദാസെ അടച്ചു ബന്ധവസ്ഥായ മുറിയിലിരുന്ന് പാടിയാല് എന്ത് പ്രയോജനം ഉണ്ടാവുന്നേ? അതുകൊണ്ട് എന്തോ കാര്യമാ? ആളുകൾ കേൾക്കുമ്പോഴേ ആ പാട്ടിന് വിലയുണ്ടാവും. അതുകൊണ്ട് സുമിത്ര മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന സ്നേഹം അത് പുറത്തെടുത്ത് കാണിക്കണം. അതുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് ആ പരാമർശം നീക്കം ചെയ്യണം. എന്തു പറയുന്നു ചന്ദ്രികേ? ചേച്ചി ഒരുപാട് അനുഭവിച്ചതാ, എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ചില രാഷ്ട്രീയ നേതാക്കന്മാര് പറയുന്ന പോലെ ഉണ്ട്. അവര് പണ്ട് പട്ടിണി കിടന്ന് പല്ല് കിഴിച്ചിട്ടുണ്ട് പോലും. അതിന് ഇന്നത്തെ നാട്ടുകാരെന്തോ വേണം? ദാണ്ടേ അതും പറഞ്ഞോണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തോട്ട് എന്നാലേ അവരെ തലേന്ന് പിടിച്ച് താഴെ ഇറക്കും. അതുപോലെ സുമിത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത് സുമിത്രയുടെ വിധി, കയ്യിലിരിപ്പ്. അതിന് ബാക്കിയുള്ളവരെന്തോ വേണം? ദാണ്ടേ പടികേറി നിൽക്കുന്ന നന്ദനയുടെ കൈ പിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുക്കാതെ പടിയിറങ്ങി നിൽക്കുന്ന അനിലയുടെ കൈ പിടിച്ച് കേറ്റട്ടെ. അപ്പൊ ഞാൻ സുമിത്രയ്ക്ക് സിന്ദാബാദ് വിളിക്കാം.
അനിലെ അതിന് പടിയിലിറങ്ങി നിൽക്കുകയാണോ? കൈനകരിയിൽ അവൾക്ക് പരമസുഖമാണെന്ന് മാമൻ എപ്പോഴും പറയുന്നതോ? വേണ്ട വേണ്ട വേണ്ട, ചിട്ടിക്കാരി ചന്ദ്രിക, അഡ്വക്കേറ്റ് ചന്ദ്രിക എന്നെ ക്രോസ് വിസ്താരം ചെയ്യണ്ട. അനിലയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ പരമസുഖം തന്നെ. സുലോചന പോ എന്നൊരു വാക്ക് പറയത്തില്ല. പക്ഷെ സുലോചന അനിലയുടെ അമ്മായി അമ്മയാ, അമ്മയല്ല. എന്ന് വെച്ചാ പെറ്റമ്മയല്ലെന്ന്. ആ സ്നേഹം അനിലേക്ക് കിട്ടേണ്ടത് സുമിത്രയിൽ നിന്ന. പോയിന്റ് പിടികിട്ടിയോ? തങ്കപ്പൻ മാമ വരുമ്പോഴെല്ലാം സ്ത്രീധനത്തിന്റെ കണക്ക് പറയുന്നത് അമ്മയ്ക്ക് ദേഷ്യം. ദാണ്ട കിടക്കുന്നു. സ്ത്രീധനത്തിന് സ്ത്രീധനമെന്നല്ലാതെ ഋഷികാശെന്നായിരുന്നു പറയാൻ പറ്റുമോ? അത് ഒഴിഞ്ഞു മാറ്റുമല്ലയോ ലൈല മോളെ.